ഹലോ എവ്രി വൺ. അപ്പോൾ നിങ്ങളെല്ലാവരും എപ്പോഴും ചോദിക്കുമല്ലേ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ബേസിക് സയൻസിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണം മിസ്, എത്ര ചാപ്റ്റർ പഠിക്കണം മിസ് എന്നൊക്കെ എപ്പോഴും ചോദിക്കുമല്ലേ. അപ്പോൾ നമ്മുടെ ഫിസിക്സ് എന്ന് നമുക്ക് 3 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ഫോഴ്സ് അല്ലെങ്കിൽ ബലം, മാഗ്നറ്റിസം കാന്തികത, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്പെറിക്കൽ മിറർ പ്രകാശ പ്രതിപതനം, ഗോളീയ ദർപ്പണങ്ങളിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോഴ്സ് എന്ന് 11 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് നമുക്കുള്ളത്. പിന്നെ മാഗ്നറ്റിസത്തിൽ നിന്നും 11 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ്. റിഫ്ലക്ഷൻ ഇൻ സ്പെറിക്കൽ മിറേഴ്സ് നമുക്ക് 4 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോഴ്സിൻ്റെ ചാപ്റ്ററിന് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ്? ഫ്രിക്ഷൻ, ത്രസ്റ്റ് ആൻഡ് പ്രഷർ, ലിക്വിഡ് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, നമ്മുടെ മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ചാപ്റ്ററിന് നമുക്ക് വലിയൊരു ചാപ്റ്ററാണ്. എന്തൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്? അപ്ലിക്കേഷൻ ഓഫ് മാഗ്നറ്റ്സ്, പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ്സ്, മാഗ്ലെവ് ട്രെയിൻ, എർത്ത് ആസ് എ മാഗ്നറ്റ്, മാഗ്നറ്റൈസേഷൻ, മാഗ്നറ്റിക് ഇൻഡക്ഷൻ, മാഗ്നറ്റിക് ഫ്ലക്സ് ആൻഡ് ഫ്ലക്സ് ഡെൻസിറ്റി, പെർമിയബിലിറ്റി, സസെപ്റ്റിബിലിറ്റി ആൻഡ് റിട്ടൻറ്റിവിറ്റി, ദെൻ ഇലക്ട്രോമാഗ്നറ്റ്. ഓക്കെ, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്പെറിക്കൽ മിറർ എന്ന് പറഞ്ഞ ചാപ്റ്ററിന് നമുക്ക് 4 മാർക്കിൻ്റെ വെയിറ്റേജ് ആണുള്ളത്. അതിൽ കോൺകേവ് മിററും കോൺവെക്സ് മിററും എല്ലാവരും പഠിച്ചു വെക്കുക. പിന്നെ ഇമേജ് ഫോർമേഷൻ ഇൻ കോൺകേവ് മിററും കോൺവെക്സ് മിററും പഠിക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റേ ഡയഗ്രം റൂൾസ് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ബയോളജിയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് നോക്കാം. ഓക്കെ, ഹലോ എവ്രി വൺ. അപ്പോൾ നമുക്ക് ബയോളജിയിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഏത് ചാപ്റ്റർ ആണുള്ളത് എന്നൊക്കെ നോക്കണ്ടേ? ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണുള്ളത്? നമുക്ക് 2 ചാപ്റ്റേഴ്സാണ് എക്സാമിനുള്ളത്. നമ്മുടെ ഗായത്രി മിസ് നല്ല അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തന്ന ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. ഏറ്റവും മാർക്കിന് നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ പോകുന്നത് ഇതിൽ നിന്നാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്? മൈക്രോബിയൽ ബയോ ഫെർട്ടിലൈസേഴ്സ് നോക്കണം, പെസ്റ്റ് മാനേജ്മെൻറ്റ് നോക്കണം, റീപ്പിംഗ് ഡൈവേഴ്സിറ്റി, ഹൗസ് ഫാമിംഗ്, പ്രിസിഷൻ ഫാമിംഗ്, കൾട്ടിവേഷൻ വിത്തൗട്ട് സോയിൽ, നേറ്റീവ് വെറൈറ്റീസ്. ഇത്രയുമാണ് മക്കളെ ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. അത് എന്തായാലും പഠിക്കണം, ആരും ഒഴിവാക്കി വിടാൻ പാടില്ല. ഇനി നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ച വൈ ക്ലാസിഫിക്കേഷന് 10 മക്കളെ വെയിറ്റേജ്. അതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്? ഡൈക്കോട്ടമസ് കീസ്, നമ്മൾ കീസ് പറഞ്ഞിട്ടുണ്ട്, അത് പഠിക്കണം. പിന്നെ ഏതാണ്? നമ്മുടെ ടാക്സോണമിക് ഹൈറാർക്കി പഠിക്കണം. അതിൽ ആരൊക്കെയായിരുന്നു മേജർ കോൺട്രിബ്യൂട്ടേഴ്സ്? നമ്മുടെ സയൻറ്റിസ്റ്റുകളെ നോക്കണം. പിന്നെ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്തായിരുന്നു നോക്കണം. പിന്നെ നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനും വായിച്ചു നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി. എക്സാം നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് എഴുതാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം കെമിസ്ട്രിയിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന്. ഓക്കെ, അപ്പം നമ്മൾ ഫിസിക്സിലും ബയോളജിയിലൊക്കെ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വെയിറ്റേജ് ഒക്കെ നോക്കിയല്ലേ. അപ്പോൾ ഇനി കെമിസ്ട്രിയിൽ 3 ചാപ്റ്റേഴ്സ് ആകും നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവുക. കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവും, മെറ്റൽസ് ഉണ്ടാകും, അതേപോലെ തന്നെ സൊല്യൂഷൻസ് ഉണ്ടാവും. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ കെമിക്കൽ ചേഞ്ച് ആണ്. 15 വെയിറ്റേജ് ആണ് ആ ചാപ്റ്ററിനുള്ളത്. അതിൽ തന്നെ കെമിക്കൽ ചേഞ്ചസ്, ഫിസിക്കൽ ചേഞ്ചസിൻ്റെ ഡിഫറൻസ്, പിന്നെ ടൈപ്പ് ഓഫ് കെമിക്കൽ ചേഞ്ചസ് ഉണ്ട് അല്ലേ, ഫോട്ടോ കെമിക്കൽ, തെർമോ കെമിക്കൽ, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ്. അതേപോലെ തന്നെ ഇതിൻ്റെ എല്ലാം എക്സാമ്പിൾസ് പഠിക്കുക വിത്ത് ഒരു ഇക്വേഷൻസ്, ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷനും എക്സാമ്പിളുടെ കൂട്ടത്തിൽ പഠിക്കാൻ ആരും മറക്കരുത്. പിന്നെ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്താണ്, അതേപോലെ തന്നെ ബാറ്ററീസും അവരുടെ യൂസസും ചോദിക്കാം, മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കാം. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ മെറ്റൽസ് അഥവാ ലോഹങ്ങളാണ്. അതിൽ നിന്ന് 5 വെയിറ്റേജ് ആണ് ആ ചാപ്റ്ററിനുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ മെറ്റൽസിൻ്റെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്, ഡിഫറെൻ്റ് ഉണ്ട്. നമുക്കറിയാം ഡക്റ്റിലിറ്റി, മാലിയബിലിറ്റി, അങ്ങനെയുള്ള കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതെല്ലാം പഠിക്കണം. അതേപോലെ തന്നെ കൊറോഷൻ ഓഫ് മെറ്റൽസും നല്ല സ്ട്രെസ് കൊടുത്ത് പഠിക്കുക. പിന്നെ മെറ്റൽസിൻ്റെ വാട്ടർ, ആസിഡ്സ്, എയർ ഇതായിട്ടുള്ള റിയാക്ഷൻസ് പഠിക്കുക വിത്ത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ്. ഓക്കെ, ഇനി സൊല്യൂഷൻസിലേക്ക് വരുമ്പോൾ ആ ചാപ്റ്ററിന് 6 വെയിറ്റേജ് ആണുള്ളത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇതാ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോമോജീനസ് ആൻഡ് ഹെട്രോജീനസ് മിക്സ്ചേഴ്സ് വിത്ത് എക്സാമ്പിൾസ്, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൊല്യൂഷൻസ്, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് സൊല്യൂട്ട്സ് ബേസ്ഡ് ഓൺ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂട്ട്, സോളിബിലിറ്റി, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് സൊല്യൂഷൻസ് ബേസ്ഡ് ഓൺ ദ സൈസ് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. ഇത്രയും ടോപ്പിക്കാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. അപ്പോൾ ഇത്രയും ഭാഗങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും. അത് ഫുൾ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇനി നമുക്ക് മാത്സിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്നും ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് ഒക്കെ നോക്കാം കേട്ടോ. ഹായ് എവ്രി വൺ. അപ്പോൾ നിങ്ങൾ ബേസിക് സയൻസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ചാപ്റ്റേഴ്സ് ഏതൊക്കെ പോർഷൻസും ഒക്കെ പറഞ്ഞു തന്നല്ലേ. ഇനി നോക്കിക്കേ, ഇനി മാത്തമാറ്റിക്സ്
മാത്തമാറ്റിക്സിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കൂ മണി മാത്സും കൺസ്ട്രക്ഷൻസ് ഓഫ് ക്വാഡ്രിലാറ്ററൽസും റേഷ്യോയും 3 ചാപ്റ്റേഴ്സ് ആണ് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഉണ്ടാവുക. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വെയിറ്റേജ് വന്നിരിക്കുന്ന ഏത് ചാപ്റ്ററിനാണ്? മണി മാത്സ് എന്നുള്ള ചാപ്റ്ററിനാണല്ലേ. 13 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ നോക്കൂ കൺസ്ട്രക്ഷൻസ് ഓഫ് ക്വാഡ്രിലാറ്ററലിന് 10 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. നമ്മുടെ റേഷ്യോസിന് 5 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. ഇനി നോക്കൂ ഇതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ്? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ മണി മാത്സിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അത് ആനുവലിയും ഹാഫ് ഇയർലി അതേപോലെ തന്നെ ക്വാർട്ടർലി ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ കാണണം. പിന്നെ റെക്ടാങ്കിൾസ്, സ്ക്വയർ, പാരലലോഗ്രാംസ്, റോംബസ്, ട്രപ്പീസിയം, ഐസോസെൽസ് ട്രപ്പീസിയം, ക്വാഡ്രിലാറ്ററൽസ്, അങ്ങനെ ഒത്തിരി ഷേപ്സ് ഉണ്ടല്ലേ. അപ്പോൾ ഇവരെ കുറിച്ചൊക്കെ നിങ്ങൾ അടിച്ചു പൊളിച്ച് പഠിക്കണം. പിന്നെ റേഷ്യോസിലേക്ക് വന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 പാർട്സ് ഉണ്ട്. പാർട്ട് റിലേഷൻസ്, ചേഞ്ചിങ് റിലേഷൻസ്, 3 പാർട്സ്. ഈ 3 ഭാഗത്ത് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് മിസ്സ് പറഞ്ഞ 2 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. അപ്പോൾ അതൊക്കെ പഠിച്ച് അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാന്നൊക്കെ നിങ്ങൾ പഠിക്കുക. ക്രിസ്മസ് എക്സാം അടിച്ച് പൊളിക്കുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഈ പറഞ്ഞ എല്ലാ സബ്ജക്ട്സും അടിപൊളിയായിട്ട് പഠിച്ച് നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾ ഹൈ സ്കോർ തന്നെ ക്രിസ്മസ് എക്സാമിന് വാങ്ങിയിരിക്കണം. സെറ്റല്ലേ?